യൂദിത്ത് 9 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം യൂദിത്ത് സാഷ്ടാംഗം വീണു, തലയിൽ ചാരം പൂശി, ധരിച്ചിരുന്ന ചാക്കുവസ്ത്രം അനാവരണം ചെയ്ത് ജെറുസലേം ദേവാലയത്തിൽ സായൻ ധൂപാർപ്പണത്തിൻ്റെ സമയത്ത് കർത്താവിനോട് ഉച്ചത്തിൽ നിലവിളിച്ചു. എൻ്റെ പിതാവായ ശിമയോൻ്റെ ദൈവമായ കർത്താവെ, ഒരു കന്യകയെ മലിനയാക്കാൻ, അവളുടെ വസ്ത്രം അഴിക്കുന്ന, അവളെ ലജ്ജിപ്പിക്കാൻ, അവളുടെ നഗ്നത വെളിപ്പെടുത്തുന്ന, അവളെ അപമാനിക്കാൻ, അവളുടെ ഗർഭപാത്രം മലിനമാക്കുന്ന ഏത് വിദേശിയനോടും പ്രതികാരം ചെയ്യുന്നതിന് അവിടുന്ന് എൻ്റെ പിതാവിന് ഖഡ്ഗം കൊടുത്തുവല്ലോ. എന്തെന്നാൽ അതൊരിക്കലും സംഭവിക്കരുത് എന്നാണ് അവിടുത്തെ കൽപ്പന. എങ്കിലും അവർ അത് ചെയ്തു. അതിനാൽ അവരുടെ ഭരണകർത്താക്കൾ കൊല്ലപ്പെടാനും അവരുടെ ചതിപ്രയോഗത്താൽ ലജ്ജ പൂണ്ട കിടക്കകൾ രക്തപങ്കിലമാക്കാനും അവിടുന്ന് ഇടവരുത്തി. സിംഹാസനത്തിലായിരുന്ന രാജകുമാരന്മാരോടൊന്നിച്ച അടിമകളെയും അവിടുന്ന് അടിച്ചു വീഴ്ത്തി. അവരുടെ ഭാര്യമാർ കൊള്ളയടിക്കപ്പെട്ടു, പുത്രിമാർ തടവിലാക്കപ്പെട്ടു. അങ്ങയോടുള്ള ഭക്തി തീഷ്ണതയും തങ്ങളുടെ രക്തത്തെ മലിനമാക്കിയതിൽ വെറുപ്പും ഉൾക്കൊണ്ട് അവിടുത്തെ സഹായം അപേക്ഷിച്ച അരുമ സന്താനങ്ങൾക്ക് അവിടുന്ന് കൊള്ള മുതലെല്ലാം വീതിച്ചു. ദൈവമേ, എൻ്റെ ദൈവമേ, വിധവയായ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. അവിടുന്നാണ് ഇതും ഇതിനു മുൻപും പിൻപും സംഭവിച്ച കാര്യങ്ങളും ചെയ്തത്. ഇപ്പോഴുള്ളവയ്ക്കും വരാനിരിക്കുന്നവയ്ക്കും രൂപം നൽകിയത് അവിടുന്ന് തന്നെ. അതെ, അവിടുത്തെ ഹിതം നിറവേറി. അവിടുന്ന് ഇച്ഛിച്ച കാര്യങ്ങൾ അവിടുത്തെ സന്നദ്ധയിൽ വന്ന് ഇതാ ഞങ്ങൾ എന്ന് പറഞ്ഞു. എന്തെന്നാൽ അവിടുത്തെ വഴികൾ മുൻകൂട്ടി ഒരുക്കിയവയും അവിടുത്തെ വിധികൾ മുന്നറിവോടുകൂടിയവുമാണ്. അസിറിയരുടെ ശക്തി വർദ്ധിച്ചിരിക്കുന്നു, കുതിരകളാലും കുതിരക്കാരാലും അവർ പ്രബലരായിരിക്കുന്നു. കാലാൾപ്പടയുടെ ശക്തിയിൽ അവർ അഹങ്കരിക്കുന്നു. പരിച, കുന്തം, വില്ല്, കവിണ എന്നിവയിൽ അവർ ആശ്രയിക്കുന്നു. അവിടുന്നാണ് യുദ്ധങ്ങൾ തകർക്കുന്നത് കർത്താവെന്ന് അവർ ഗ്രഹിക്കുന്നില്ല. കർത്താവ് എന്നത്രേ അവിടുത്തെ നാമം. അവിടുത്തെ ശക്തിയാൽ അവരുടെ കരുത്ത് തകർക്കണമേ. അവിടുത്തെ കോപത്തിൽ അവരുടെ പ്രതാപം നശിപ്പിക്കട്ടെ. അവിടുത്തെ ശ്രീകോവിൽ അശുദ്ധമാക്കാനും അവിടുത്തെ മഹത്തായ നാമം കുടികൊള്ളുന്ന വിശുദ്ധ മന്ദിരം മലിനമാക്കാനും ബലിപീഠത്തിൻ്റെ വളർക്കോൺ വാളുകൊണ്ട് മുറിച്ചു കളയാനും അവർ ഉന്നം വയ്ക്കുന്നു. അവരുടെ അഹങ്കാരം കാണണമേ. അവിടുന്ന് അവരുടെ മേൽ കോപം വർഷിച്ചാലും വിധവയെ എനിക്ക് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ട ശക്തി നൽകണമേ. പ്രഭുവിനോടൊപ്പം അടിമയെയും ദാസനോടൊപ്പം പ്രഭുവിനെയും എൻ്റെ അതരത്തിൻ്റെ വ്യാജത്താൽ വീഴ്ത്തണമേ. ഒരു നാരിയുടെ കൈയാൽ അവരുടെ അഹങ്കാരം തകർക്കണമേ. അവിടുത്തെ ശക്തി സംഖ്യയെയോ അവിടുത്തെ പ്രതാപം ശക്തന്മാരെയോ ആശ്രയിക്കുന്നില്ല. അവിടുന്ന് എളിയവരുടെ ദൈവവും മർദ്ദിതരുടെ സഹായകനുമാണ്. അവശരെ താങ്ങുന്നവനും നിരാധകരെ പരിപാലിക്കുന്നവനും ആശയറ്റവരെ രക്ഷിക്കുന്നവനുമാണ്. എൻ്റെ പിതാവിൻ്റെ ദൈവമേ, ഇസ്രായേലിൻ്റെ അവകാശത്തിൻ്റെ ദൈവമേ, ഭൂസ്വർഗങ്ങളുടെ കർത്താവേ, സമുദ്രങ്ങളുടെ സൃഷ്ടാവേ, അവിടുത്തെ സൃഷ്ടികളുടെ എല്ലാം രാജാവേ, എൻ്റെ പ്രാർത്ഥന ശ്രവിക്കണമേ. അവിടുത്തെ ഉടമ്പടിക്കും വിശുദ്ധ ഭവനത്തിനും സിയോൻ മലയ്ക്കും അവിടുത്തെ മക്കളുടെ ഗ്രഹത്തിനും എതിരായി നിഷ്ഠുര പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അവരെ വ്രണപ്പെടുത്താനും ചതയ്ക്കാനും എൻ്റെ വ്യാജോക്തികൾക്ക് ശക്തി നൽകണമേ. അവിടെ ദൈവമാണെന്നും എല്ലാം ശക്തിയോടും പ്രതാപത്തിൻ്റെയും ദൈവമാണെന്നും അവിടുന്നല്ലാതെ ഇസ്രായേൽ ജനത്തിന് മറ്റൊരു സംരക്ഷണമില്ലെന്ന് അവിടുത്തെ ജനവും എല്ലാ ജനതയും ഗോത്രങ്ങളും അറിയട്ടെ. യൂദിത്ത് 10 അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. യൂദിത്ത് ഇസ്രായേലിൻ്റെ ദൈവത്തോടുള്ള പ്രലാപവും പ്രാർത്ഥനയും അവസാനിപ്പിച്ചതിന് ശേഷം സാഷ്ടാംഗം വീണുകിടന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ദാസിയെയും കൂട്ടിക്കൊണ്ട് സാബത്തുകളിലും ഉത്സവങ്ങളിലും താമസിക്കാറുള്ള ഭവനത്തിലേക്ക് പോയി. താൻ ധരിച്ചിരുന്ന ചാക്കുവസ്ത്രവും വിധവാ വസ്ത്രവും മാറ്റി കുളിച്ചതിനു ശേഷം അവൾ അമൂല്യമായ പരിമള തൈലം പൂശി തലമുടി ചീകി ശിരോഭൂഷണം അണിഞ്ഞു. തൻ്റെ ഭർത്താവ് മനാസെ ജീവിച്ചിരിക്കുമ്പോൾ താൻ അണിയാറുള്ള ഏറ്റവും മനോഹരമായ വസ്ത്രമണിഞ്ഞു. ചെരുപ്പും ധരിച്ചും വളകളും മാലകളും മോതിരവും കമ്മലും മറ്റാഭരണങ്ങളും അണിഞ്ഞ് പുരുഷന്മാരുടെ കണ്ണുകളെ മയക്കത്തക്ക വിധം അതീവ സൗന്ദര്യവതിയായി ചമഞ്ഞു. അവൾ ഒരു കുപ്പി വീഞ്ഞും ഒരു പാത്രം എണ്ണയും ദാസിയെ ഏൽപ്പിച്ചു. വറുത്ത ധാന്യവും ഉണങ്ങിയ പഴങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരടയും
നേർമയുള്ള അപ്പവും ഒരു സഞ്ചിയിൽ നിറച്ച് പാത്രങ്ങളെല്ലാം പൊതിഞ്ഞു കെട്ടി ദാസിയെ ഏൽപ്പിച്ചു. അനന്തരം അവൾ ബത്തുലിയ നഗര കവാടത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ നഗരശ്രേഷ്ഠന്മാരായ കാബ്രീസ്, കാർമീസ് എന്നിവരോട് കൂടെ ഉസിയ നിൽക്കുന്നത് കണ്ടു. അവളുടെ മുഖത്തിനും ഉടയാടകൾക്കും വന്ന മാറ്റം അവർ ശ്രദ്ധിച്ചു. അവളുടെ സൗന്ദര്യത്തിൽ അവൾക്ക് അഗാധമായ മതിപ്പുളവായി. അവർ അവളോട് പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നിൽ കൃപ ചൊരിയുകയും നിന്റെ പദ്ധതി നിറവേറ്റുകയും ചെയ്യട്ടെ. അങ്ങനെ ഇസ്രായേൽ ജനം അഭിമാനം കൊള്ളുകയും ജെറുസലേം ഉയർത്തപ്പെടുകയും ചെയ്യട്ടെ. അവൾ ദൈവത്തെ ആരാധിച്ചു. അവൾ അവരോട് പറഞ്ഞു, നഗര കവാടം എനിക്ക് തുറന്നു തരാൻ കൽപ്പന നൽകുക. ഞാൻ പോയി നമ്മൾ സംസാരിച്ച കാര്യം നിറവേറ്റട്ടെ. അതിനുശേഷം വാതിൽ തുറന്നു കൊടുക്കാൻ അവർ ഈ യുവാക്കന്മാരോട് കൽപ്പിച്ചു. അവർ വാതിൽ തുറന്നു. യൂദിത്ത് ദാസിയോടൊത്ത് പുറത്തു കടന്നു. അവൾ മലയുടെ താഴേക്കിറങ്ങി. താഴ്വരയിലൂടെ അവൾ നടന്നു നീങ്ങുന്നത് ദൃഷ്ടിയിൽ നിന്ന് മറയുന്നതുവരെ നഗരവാസികൾ നോക്കി നിന്നു. അവർ നേരെ താഴ്വരയിലൂടെ നടന്നു. അസിറിയക്കാരുടെ കാവൽ ഭടന്മാർ അവളെ കണ്ടു. അവർ അവളെ പിടികൂടി ചോദ്യം ചെയ്ത്, നീ ഏത് വർഗക്കാരിയാണ്? എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? അവൾ പറഞ്ഞു, ഞാനൊരു ഹെബ്രായ പുത്രി. അവരിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അവർ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാറായി. നിങ്ങൾ അവരെ വിഴുങ്ങിക്കളയുകയും ഞാൻ നിങ്ങളുടെ സൈന്യാധിപൻ ഹോളോഫർണസിനെ കൊണ്ട് ശരിയായ വിവരങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ്. തൻ്റെ ഒരാളും പിടിക്കപ്പെട്ടോ കൊല്ലപ്പെട്ടോ നഷ്ടപ്പെടാതെ മലനാടാകെ പിടിച്ചടക്കാൻ ഉതകുന്ന ഒരു മാർഗം ഞാൻ അവന് കാണിച്ചു കൊടുക്കും. സൗന്ദര്യത്തിനുടമ്പടിയെ തോന്നിയ അവളുടെ മുഖം ദർശിക്കുകയും വാക്കുകൾ ശ്രവിക്കുകയും ചെയ്തപ്പോൾ അവർ അവളോട് പറഞ്ഞു, ഞങ്ങളുടെ യജമാനൻ്റെ സമീപത്തേക്ക് ഓടിപ്പോന്നതുകൊണ്ട് നീ നിന്റെ ജീവൻ രക്ഷിച്ചു. ഇപ്പോൾ തന്നെ അവൻ്റെ കൂടാരത്തിലേക്ക് ചെല്ലുക. ഞങ്ങളിൽ ചിലർ കൊണ്ടു ചെന്നേക്കാം. അവൻ്റെ മുമ്പിൽ ഭയത്തിന് അവകാശമില്ല. ഞങ്ങളോട് പറഞ്ഞു തന്നെ അവനോട് പറയുക. അവൻ നിന്നോട് ദയാപൂർവം പെരുമാറും. അവളെയും ദാസിയെയും അനുഗമിക്കുന്നതിന് അവരിൽ നിന്ന് 100 പേർ തിരഞ്ഞെടുക്കപ്പെട്ടു. അവർ ഹോളോഫർണസിനെ കൂടാരത്തിലേക്ക് അവരെ നയിച്ചു. അവളുടെ ആഗമന വാർത്ത കൂടാരം തോറും പരന്നപ്പോൾ പാളയമാകെ ഇളകി വശായി. അവൾ ഹോളോഫർണസിൻ്റെ കൂടാരത്തിന് വെളിയിൽ കാത്തു നിൽക്കുമ്പോൾ അവർ ചുറ്റും കൂടി. അവർ ഹോളോഫർണസിനോട് അവളെപ്പറ്റി പറഞ്ഞു. അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്ന അവർ അവളെപ്പോലെയാണ് ഇസ്രായേലെല്ലാം എന്ന് നിരൂപിച്ച് അവരെ പുകഴ്ത്തി. അവർ പരസ്പരം പറഞ്ഞു, ഇത്തരം സ്ത്രീകളുള്ള ഈ ജനതയെ ആരെങ്കിലും അവഹേളിക്കുമോ? നിശ്ചയമായും അവരിൽ ആരും ജീവനോടിരിക്കാൻ പാടില്ല. അവരെ സ്വതന്ത്രരായി വിട്ടാൽ അവർ ലോകം മുഴുവൻ കെണിയിൽപ്പെടുത്തും. ഹോളോഫർണസിൻ്റെ അനുചരന്മാരും സേവകന്മാരും പുറത്തു വന്ന് അവളെ കൂടാരത്തിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഹോളോഫർണസ് സ്വർണവും മരതകവും മറ്റു രത്നങ്ങളും കൊണ്ട് അലങ്കരിച്ച ചെമ്മന്ന മേൽ കഠിയുടെ കീഴിൽ കിടക്കയിൽ വിശ്രമിക്കുകയായിരുന്നു. അവളെപ്പറ്റി പറഞ്ഞത് കേട്ട് അവൻ എഴുന്നേറ്റ് വെള്ളി വിളക്കുകളുടെ അകമ്പടിയോടുകൂടെ കൂടാരവാതിൽക്കലെത്തി. തങ്ങളുടെ മുൻപിലെത്തിയ യൂദത്തിൻ്റെ മുഖസൗന്ദര്യം കണ്ട് ഹോളോഫർണസും സേവകന്മാരും അത്ഭുതപരിതരായി. അവൾ സാഷ്ടാംഗം വീണ് അവനെ വണങ്ങി. അവൻ്റെ അടിമകൾ അവളെ എഴുന്നേൽപ്പിച്ചു.